ഹായ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കപ്പ വെച്ചിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള ഐറ്റവുമായിട്ടാണ്. ഒരു അടിപൊളി നോൺ വെജ് കപ്പ ബിരിയാണി. അപ്പോൾ നമുക്ക് അതിനായിട്ട് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിലത്തെ ആ നാരില്ലേ അതെടുത്ത് കളയണേ. എന്നിട്ട് നല്ലോണം ഇങ്ങനെ കിഴുകി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കറിലോട്ടിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ഉടഞ്ഞിട്ടുള്ള കപ്പയാണ് കേട്ടോ നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടത്. ഞാൻ കുക്കറിലോട്ടൊക്കെ ഇട്ട് കുക്കറൊക്കെ വിസിലടിച്ചു കേട്ടോ. ഒരു 2-3 വിസിലടിക്കുന്ന സമയത്ത് നമുക്കിത് വെന്ത് കിട്ടും. നല്ലോണം വെന്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടെടുക്കാം. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. നോക്കിയേ, ഇതിലോട്ട് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഇത് മല്ലിച്ചപ്പാണ് കേട്ടോ. ആഫ്രിക്കൻ മല്ലിച്ചപ്പ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനെ ഒരു ഐറ്റം? ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് ഇത് കാട് പോലെ വരും. ഇതിപ്പോൾ നോക്കിയ ചെറിയ ഇലയാണ്. ഞാൻ ഉണ്ടാകുന്നതിനേക്കാളും എടുത്തിട്ട് ഓരോ കറിയിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഉണ്ടായി വരുന്നത് മാത്രമാണ്. അത് ഞാൻ കുഞ്ഞില കണ്ടപ്പോൾ അത് എടുത്തതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വാങ്ങുന്ന മല്ലിച്ചപ്പില്ലേ അതിനെക്കാട്ടിലും ടേസ്റ്റും ഹെൽത്തിയുമാണിത്. നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണല്ലോ. അപ്പം നമുക്കിത് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് പൊട്ടാനിട്ടിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി പാത്രത്തിൻ്റെ 4 ഭാഗത്തേക്ക് ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകില്ലേ ആ പച്ചമുളകാണ് കേട്ടോ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ നമ്മൾ പച്ചമുളകും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മൾ നേരത്തെ കറിവേപ്പില എടുത്ത് വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ആ കറിവേപ്പിലയും ആ മല്ലിച്ചപ്പ് അരിഞ്ഞതില്ലേ അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. ഫ്ലെയിം ശ്രദ്ധിച്ചോണേ, ലോ ടു മീഡിയം മതി കേട്ടോ. ഹൈ ആകുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കാം. ഉള്ളി കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നമ്മൾ ഈ കപ്പ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഇഷാനാണ് കേട്ടോ. ഇഷാന് എനിക്കും എന്തെങ്കിലുമൊക്കെ ഇടണമെന്നും പറഞ്ഞ് അവൻ്റെ വക ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഞാൻ മീറ്റ് മസാലയാണ് കേട്ടോ എടുത്തത്. ചിക്കൻ മസാല എടുക്കാം, പക്ഷേ മീറ്റ് മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞങ്ങൾക്ക് ഇവിടെ എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഉപ്പും കൂടെ ഇട്ടോളണേ. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ. നമ്മൾ കപ്പയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം കൂടുതലായി പോകണ്ട, നോക്കിയിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയില്ലേ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇത് ഇനി നിങ്ങളെ വീട്ടിലെ കപ്പ വാങ്ങുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലോട്ട് അല്പം ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചോളണേ. ആ ചൂടുവെള്ളത്തിൽ കിടന്ന് ഇവരെല്ലാവരും കൂടി ഒന്ന് മിക്സായിട്ട് വരാനുണ്ട്. ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മൂടി തുറന്നിട്ട് വേവിക്കാൻ കുറച്ച് സമയം എടുക്കില്ലേ, അതുമല്ല മൂടി തുറന്നിട്ട് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോകുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരു മാക്സിമം 5 മിനിറ്റ് അത്ര വെന്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ച കപ്പല്ലേ അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണേ. നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ടൊരു സ്പെഷ്യൽ ഐറ്റം വേണം കേട്ടോ. ഇതാണ് നമ്മുടെ വിനാഗിരിയില്ലേ അതാണ്. അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പ് രസം കൂടെ വരുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒന്ന് ഇട്ടോളണം കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബൈ.